സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കടുപ്പിക്കുകയാണ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന വി ഡി സതീശൻ നിലപാടെടുക്കുന്നു. നിൽക്കാൻ യോഗ്യതയുള്ള ഒരുത്തനും ഇപ്പോ ഈ ഇത്തിരിഘട്ടം പഞ്ചായത്തിലില്ല. AICC നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ നിലപാട് അറിയിച്ചു എന്നുള്ള സൂചനയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ട എന്നൊരു നിലപാടെടുക്കുകയാണോ? വെറുമൊരു MLA ആയി നിൽക്കാം എന്ന നിലപാടിലേക്ക് എത്തുകയാണോ? തെരഞ്ഞെടുപ്പിൽ വിജയിക്കും വരെ താൻ, അത് കഴിഞ്ഞാൽ തന്നെ വേണ്ട എന്ന നിലപാടാണെങ്കിൽ താൻ ഇല്ല എന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തുകയാണോ? റോഷിപാൽ, അതിലെ ഹീറോയിസം. തന്നെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നില്ലെങ്കിൽ, പാർലമെന്ററി പാർട്ടി ലീഡറായി തന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു. എന്തായാലും ഇവർക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് വി ഡി സതീശന്റെ നിലപാട്. ഞാൻ കൊമ്പൻ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് താനാണ്. അങ്ങനെ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് തനിക്കാണ്. പക്ഷേ വി ഡി സതീശൻ തന്റെ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അയച്ച നിരീക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ ഒരു കാര്യത്തിനും താനില്ല. മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നില്ലെങ്കിൽ തനിക്ക് മറ്റൊരു പദവിയും ആവശ്യമില്ല. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ജനവികാരം അത് ശക്തമാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡിയെ തീരുമാനിച്ചില്ല എങ്കിൽ ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവനിവിടെ നോടും. അതൊക്കെ ചെയ്യാം. എന്തായാലും ശരിയെന്നാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.